നമസ്കാരം. വ്യാപാരി സമൂഹത്തിന് നേരെയുള്ള GST ഉദ്യോഗസ്ഥരുടെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ GST ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. GST ഉദ്യോഗസ്ഥരുടെ അനാവശ്യ കടപരിശോധനയുടെ മറവിൽ വ്യാപാരികളെയും തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശമെങ്കിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുവദിക്കില്ലെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജേക്കബ് പറഞ്ഞു. വ്യാപാരികളെ കൊള്ളയടിക്കാമെന്ന ഉദ്ദേശത്തോടെ കടപരിശോധന നടത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ തന്നെ നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് പറഞ്ഞു. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു സ്ഥാപനത്തിൽ കയറി അവിടുത്തെ തൊഴിലാളികളെയും അതിൻ്റെ ഉടമയെയും പീഡിപ്പിക്കുക, ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ നയത്തെ ഒരിക്കലും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഗൗരവമായ പ്രതിഷേധമുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഒരു നാമമാത്രമായ ഒരു സൂചനയായിട്ട് മാത്രമാണ്. ഈ സമരം ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. അതിലെ കുറ്റവാളികളെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കി അതിന് ശിക്ഷ കൊടുക്കേണ്ട ഒരു വിഷയമാണത്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. GST റെയ്ഡുമായി ബന്ധപ്പെട്ട് വളരെ അതിശയകരമായ രൂപത്തിലാണ് അവിടുത്തെ ജീവനക്കാരോട് പെരുമാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കല്യാണം കഴിക്കട്ടെ എന്നാണ്. GST വകുപ്പ് ഇപ്പോൾ കല്യാണം കഴിക്കൽ കൂടി ഏറ്റെടുത്തോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം നാളെ ഈ ജീവനക്കാരുടെ പടം പത്രത്തിൽ കൊടുക്കും, അത് വന്നാൽ നിങ്ങൾക്ക് വിവാഹം മുടങ്ങും എന്നാണ് ആദ്യത്തെ ഭീഷണി. അതുപോലെ തന്നെ GST നിയമത്തിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം നോട്ടീസ് കൊടുക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെ പെരുമ്പാവൂർ പെറ്റൽസിലെ ഉടമയും അതുപോലെ തന്നെ അതിൻ്റെ മാനേജറെയും ആലുവ പാലസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ തികഞ്ഞ നീതി നിഷേധവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനവുമാണ് നടന്നിട്ടുള്ളത്. നമുക്കെല്ലാം പ്രിയങ്കരനായ പെറ്റൽസിലെ മാനേജറായിട്ടുള്ള സജിത് കുമാർ, 8 വയസ്സും 2.5 വയസ്സുള്ള 2 കുട്ടികൾ, ആ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും? അന്ന് ഓഗസ്റ്റ് 15 പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് ആ ആഘോഷത്തിൽ പങ്കെടുത്ത ആ കുട്ടിയുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയാൽ ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ എന്താണ് വഴി? ആരാണ് ഇതിന് ഉത്തരവാദികൾ? തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികളായിട്ടുള്ള GST ഉദ്യോഗസ്ഥർ കട പരിശോധിക്കുന്നതിനോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ മാനസികമായിട്ടുള്ള പീഡനം, അതിശക്തമായ പീഡനമാണ് അന്ന് അവിടെ നിന്ന് ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടി പറഞ്ഞ വീഡിയോ എല്ലാം കണ്ടിരുന്നു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VP നൌഷാദ്, VD ഹരിഹരൻ, സുബൈദ നാസർ, MK രാധാകൃഷ്ണൻ, ജോസ് കുര്യാക്കോസ്, ജിജി ഏളൂർ, ഷാജഹാൻ അബ്ദുൽ ഖാദർ, ആശ തോമസ്, അസൈനാർ, സുനിൽകുമാർ, KP അലിയാർ, K പാർത്ഥസാരഥി, ബാബാസ് നാസർ, S ജയചന്ദ്രൻ, പ്രദീപ് ജോസ്, MM റസാഖ്, CM സെയ്ദ് മുഹമ്മദ്, TT രാജൻ, P മനോഹരൻ, ശ്രീനാഥ് മംഗലത്ത്, S കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. M4 മലയാളം, കോതമംഗലം.